Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഇലക്ട്രിക് പവറും റെസിസ്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം പാർട്ട് എയിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രിക് പവർ ഡിഫൈൻ ചെയ്യാനും വോൾട്ടേജും റെസിസ്റ്റൻസും യൂസ് ചെയ്ത് അതിന്റെ ഇക്വേഷൻ എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇലക്ട്രിക് പവർ? ഒരു ഡിവൈസ് എത്ര സ്പീഡിൽ കറന്റ് യൂസ് ചെയ്യുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഡെഫിനിഷൻ ഇതാണ്: ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എനർജി കൺസ്യൂം ചെയ്യപ്പെടുന്ന റേറ്റിനെയാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: പവർ P ഈക്വൽസ് കറന്റ് I ഇൻറ്റു വോൾട്ടേജ് V. ഇതിന്റെ യൂണിറ്റ്സ് ഒന്ന് ഓർത്തു നോക്കാം. ഇവിടെ P എന്നത് വാട്ടിലുള്ള പവർ ആണ്. I എന്നത് ആംപിയറിലുള്ള കറന്റാണ്. V എന്നത് വോൾട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് ആണ്. ഇനി കറന്റ് തന്നിട്ടില്ലെങ്കിലോ? നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്ത് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. അങ്ങനെ വരുമ്പോൾ പവർ P ഈക്വൽസ് V സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. അല്ലെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയ മറ്റൊരു ഇക്വേഷൻ P ഈക്വൽസ് I സ്ക്വയർ ഇൻറ്റു R. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് അനുസരിച്ച് ഇതിൽ ഏത് ഫോർമുല വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. 220 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഓവൻ 5 അവേഴ്സ് കൊണ്ട് 11 യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് താഴെ പറയുന്നവ കാൽക്കുലേറ്റ് ചെയ്യാം. ഓവന്റെ പവർ റേറ്റിംഗ്, ഓവൻ ഡ്രോ ചെയ്യുന്ന കറന്റ്, ഓവൻ ഹോട്ട് ആയിരിക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ്. ആദ്യം എ പാർട്ട് ഓവന്റെ പവർ റേറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എനർജിയും ടൈമും ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് പവറിന്റെ ബേസിക് ഫോർമുല യൂസ് ചെയ്യാം. പവർ P ഈക്വൽസ് ടോട്ടൽ എനർജി E ഡിവൈഡഡ് ബൈ ടൈം T. ഇവിടെ എനർജി 11 യൂണിറ്റ്സ് ആണ്. ഒരു യൂണിറ്റ് എന്നാൽ 1 കിലോവാട്ട് അവർ ആണ്. സോ ഇത് 11 കിലോവാട്ട് അവറിന് തുല്യമാണ്. ടൈം 5 അവേഴ്സും. ഈ വാല്യൂസ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ പവർ ഈക്വൽസ് 11 കിലോവാട്ട് അവർ ഡിവൈഡഡ് ബൈ 5 അവേഴ്സ്. 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.2 കിലോവാട്ട് എന്ന് കിട്ടും. ഇനി അടുത്ത കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സാധാരണ വാട്ടിലേക്ക് മാറ്റാം. അതായത് 2200 വാട്ട്. ഗ്രേറ്റ്. ഇനി ബി പാർട്ട് ഓവൻ ഡ്രോ ചെയ്യുന്ന കറന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല ഓർമ്മയില്ലേ? പവർ ഈക്വൽസ് കറന്റ് ഇൻറ്റു വോൾട്ടേജ്. ഇതിൽ നിന്നും കറന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. സോ കറന്റ് I ഈക്വൽസ് പവർ P ഡിവൈഡഡ് ബൈ വോൾട്ടേജ് V. നമുക്കറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പവർ 2200 വാട്ട് ഡിവൈഡഡ് ബൈ മെയിൻ വോൾട്ടേജ് 220 വോൾട്ട്. ഇത് വളരെ ഈസി ആയി ഡിവൈഡ് ചെയ്യാം. കൃത്യമായി 10 ആംപിയർ എന്ന് കിട്ടും. ഇതൊരു ഹൈ കറന്റ് ആണ്, അതുകൊണ്ടാണ് ഓവനുകൾക്ക് തിക്ക് ആയ വയർ വേണ്ടിവരുന്നത്. നെക്സ്റ്റ് സി പാർട്ട്. ഓവൻ വർക്ക് ചെയ്യുമ്പോഴുള്ള അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? പവറും കറന്റും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഫോർമുല ഇതിനായി യൂസ് ചെയ്യാം. P ഈക്വൽസ് I സ്ക്വയർ R. ഇതിൽ നിന്നും റെസിസ്റ്റൻസ് കണ്ടെത്താൻ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് R ഈക്വൽസ് പവർ P ഡിവൈഡഡ് ബൈ I സ്ക്വയർ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2200 ഡിവൈഡഡ് ബൈ 10ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100 ആണല്ലോ. അതായത് 2200 ഡിവൈഡഡ് ബൈ 100. നമുക്ക് കൃത്യമായി 22 ഓം എന്ന ആൻസർ കിട്ടും. എക്സലന്റ് ജോബ്. നമുക്കിതേ ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോകാം. ഇനി പാർട്ട് ബിയിലെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എഴുതാനും അതിൽ നിന്ന് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഡിറൈവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്.
റിലേഷൻ നോക്കാം. ഒരു ഇലക്ട്രിക് വയറിനെ ഒരു വാട്ടർ പൈപ്പ് പോലെ ചിന്തിക്കുക. പൈപ്പിന് നീളം കൂടുന്തോറും വെള്ളം ഒഴുകാൻ ബുദ്ധിമുട്ടാകും. വണ്ണം കൂടിയാൽ എളുപ്പമാകും. അതുപോലെ റെസിസ്റ്റൻസ് എന്നത് ലെന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. അതായത് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഇതാണ്. റെസിസ്റ്റൻസ് R ഈക്വൽസ് റെസിസ്റ്റിവിറ്റി റോ ഇൻറ്റു ലെന്ത് ബൈ ഏരിയ. ഇവിടെ റോ എന്ന ഗ്രീക്ക് സിംബൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയെ ആണ് കാണിക്കുന്നത്. അത് ആ മെറ്റീരിയലിന്റെ ഫോർ എക്സാമ്പിൾ കോപ്പർ ആണോ അലുമിനിയം ആണോ എന്നതിനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. ഇനി റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് കണ്ടുപിടിക്കാം. ആദ്യം ഫോർമുല റീഅറേഞ്ച് ചെയ്ത് റോ ഈക്വൽസ് RA/L എന്ന് മാറ്റിയെഴുതാം. ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ്സ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ റോയുടെ യൂണിറ്റ് ഈക്വൽസ് റെസിസ്റ്റൻസിന് ഓം ഇൻറ്റു ഏരിയയ്ക്ക് മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെന്തിന് മീറ്റർ. മുകളിലും താഴെയുമുള്ള ഓരോ മീറ്റർ ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് ഓം മീറ്റർ എന്ന് കിട്ടും. ഈ യൂണിറ്റ് എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യുക. എക്സാമിന് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണിത്. ഇനി ഈ ഫോർമുല വെച്ച് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. 3 മീറ്റർ ലെന്തും 60 ഓം റെസിസ്റ്റൻസും ഉള്ള ഒരു മെറ്റൽ വയർ. അതിന്റെ ഏരിയ വളരെ ചെറിയ ഒരു വാല്യൂ ആയ 4×10⁻⁻⁶ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. മിസ്റ്റേക്സ് വരാതിരിക്കാൻ തന്നിട്ടുള്ള വാല്യൂസ് എപ്പോഴും ആദ്യം തന്നെ എടുത്തെഴുതുക. റെസിസ്റ്റൻസ് R ഈക്വൽസ് 60, ലെന്ത് L ഈക്വൽസ് 3 ആൻഡ് ഏരിയ ഈക്വൽസ് 4×10⁻⁻⁶. നമ്മൾ തൊട്ടു മുൻപ് റീഅറേഞ്ച് ചെയ്ത ഫോർമുല യൂസ് ചെയ്യാം. റോ ഈക്വൽസ് RA ഡിവൈഡഡ് ബൈ L. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60×4×10⁻⁻⁶ ഡിവൈഡഡ് ബൈ 3. 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും. 20×4 എന്നത് 80 ആണ്. സയന്റിഫിക് നൊട്ടേഷനിലേക്ക് മാറ്റാൻ ഡെസിമൽ 1 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായി 8×10⁻⁵ ഓം മീറ്റർ എന്ന് ഫൈനൽ റെസിസ്റ്റിവിറ്റി കിട്ടും. ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ആക്കാൻ ഉള്ള ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഈ വയർ വലിച്ചുനീട്ടി ലെന്ത് ഡബിൾ ആക്കിയാൽ അതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ആൻസർ ജസ്റ്റിഫൈ ചെയ്യുക. നമുക്ക് നോക്കാം. ഒരുപാട് സ്റ്റുഡൻസിന് മിസ്റ്റേക്ക് വരുന്ന ഒരു ട്രിക്ക് ആണിത്. റെസിസ്റ്റിവിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. അത് കംപ്ലീറ്റ്ലി കോൺസ്റ്റന്റ് ആയി നിൽക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം റെസിസ്റ്റിവിറ്റി എന്നത് ഒരു മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. ഒരു മെറ്റലിന്റെ DNA പോലെ ചിന്തിച്ചാൽ മതി. അത് മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. അത് വയറിന്റെ ഫിസിക്കൽ ഷേപ്പിനെയോ സൈസിനെയോ ഡിപെൻഡ് ചെയ്യുന്നില്ല. വലിച്ചു നീട്ടുമ്പോഴോ മുറിക്കുമ്പോഴോ അതിന്റെ റെസിസ്റ്റൻസ് മാറും, പക്ഷേ റെസിസ്റ്റിവിറ്റി ഒരിക്കലും മാറില്ല. എക്സലന്റ്. നമ്മൾ ഈ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞു. ഇത് വീണ്ടും റിവ്യൂ ചെയ്യുക. ആൻഡ് ഹാപ്പി ലേണിംഗ്.